السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد حي على الصلاة حي على الصلاة حي على الفلاح الله أكبر الله أكبر لا إله إلا الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا
يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ശാന്തിയുടെയും മതമാണ് ഇസ്ലാം എന്ന് അതിൻ്റെ പേര് തന്നെയും സൂചിപ്പിക്കുന്നു എന്ന് അറിയുന്നവരാണ് മുസ്ലിം സമൂഹം. പരസ്പരം സംസാരിക്കുമ്പോൾ പോലും ഇടപെടുമ്പോഴും എല്ലാ ഘട്ടങ്ങളിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും രൂപത്തിലായിരിക്കണം മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധം വിശേഷിച്ചും എന്ന് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഒരാൾക്കും മറ്റൊരാളുടെ മേൽ ഏതെങ്കിലും നിലക്കുള്ള കഴിവുകളുടെ മേൽ, പ്രത്യേകതകളുടെ മേൽ അഹങ്കരിക്കുവാനോ അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളിൽ ഏർപ്പെടുവാനോ പാടില്ല. ഇസ്ലാമിൻ്റെ കണിശമായ നിർദ്ദേശമാണ്. മനുഷ്യരെല്ലാവരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് ഇസ്ലാം പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമൊക്കെ ആക്കിയത് നിങ്ങൾ പരസ്പരം തർക്കിക്കാനോ കലഹിക്കാനോ ചേരിതിരിയാനോ അല്ല, നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രമാകുന്നു എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹുജറാത്തിലൂടെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം ലഭിക്കുന്നത് പടച്ചവനോട് ആർക്കാണ് കൂടുതൽ അടുപ്പം എന്നത് നോക്കിയിട്ടാണ്. അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു പ്രത്യേകതയുമില്ല. തഖ്വക്കാണ് മുൻതൂക്കം. എല്ലാവരും ആദമിൻ്റെ മക്കളാണ്. ഈ നിർദ്ദേശങ്ങളൊക്കെ ധാരാളം സന്ദർഭങ്ങളിലായി മുസ്ലിമീങ്ങൾ വായിക്കുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഇസ്ലാമിൻ്റെ സുന്ദരമായ യാഥാർത്ഥ്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അറിയുന്ന മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരമുള്ള പെരുമാറ്റങ്ങളിലും സംസാരങ്ങളിലും നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ പരസ്പരം തെറ്റി നിൽക്കുന്ന, ബന്ധം വിച്ഛേദിക്കുന്ന, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന വളരെ മോശപ്പെട്ട പ്രവണത വളർന്നു വരുന്ന സമൂഹത്തിൽ പ്രത്യേകിച്ചും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹവും കോപവുമൊക്കെ അള്ളാഹുവിൻ്റെ പേരിലായിരിക്കണം എന്നത് ഇസ്ലാമിൻ്റെ കണിശമായ നിയമമാണ്. ഏതവസരത്തിലും സ്നേഹം മാത്രം ചൊരിയുക, ഒരിക്കലും ദേഷ്യം പിടിക്കാതിരിക്കുക, ഒരു കാരണവശാലും പിണങ്ങാതിരിക്കുക, പിണങ്ങി പിരിയാതിരിക്കുക എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. മനുഷ്യസഹജമാണ് ഇണക്കവും പിണക്കവും. മനുഷ്യന്മാർ തമ്മിൽ ഉണ്ടാകുന്നതാണ് ഇണക്കവും പിണക്കവുമെല്ലാം. അതേ അവസരത്തിൽ ഇണക്കത്തിൻ്റെയും പിണക്കത്തിൻ്റെയും കാരണങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ്
ഇസ്ലാം ആ ഇണക്കം നേരിൻ്റെ ഇണക്കമാണോ അതോ നിസ്സാരമായ ഭൗതിക കാരണങ്ങളാലാണോ എന്ന് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളോട് പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും വളരെയേറെ മമതയിലുമൊക്കെ കഴിയാൻ കൽപ്പിക്കുന്ന ഇസ്ലാം ചില അവസരങ്ങളിൽ അവർക്ക് പിണങ്ങി മാറി നിൽക്കാം. അതിന് അല്ലാഹു അതിൻ്റെതായ കാരണങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അധ്യായം തന്നെ നൽകിയതായി കാണാം. അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹി. സ്നേഹം അല്ലാഹുവിൻ്റെ പേരിൽ, കോപവും അല്ലാഹുവിൻ്റെ പേരിൽ. അപ്പൊ സ്നേഹം മാത്രം എന്നല്ല, കോപവും ഉണ്ടാകും, ദേഷ്യം പിടിക്കും, പിണങ്ങിപ്പിരിയും, മിണ്ടാതെയാവും, മാറി നിൽക്കും, ബഹിഷ്കരിക്കും. പക്ഷെ അതിനൊക്കെ കാരണം മതപരമായ കാരണങ്ങളായിരിക്കണം. അല്ലാഹുവിൻ്റെ പേരിൽ സ്നേഹിച്ച ആളുകൾ, അല്ലാഹുവിൻ്റെ പേരിൽ തന്നെ പിരിഞ്ഞ ആളുകൾ, അല്ലാഹുവിൻ്റെ പേരിൽ മാത്രം സ്നേഹിക്കുകയും പിരിയുകയും ചെയ്യുന്ന കക്ഷികൾ, ആളുകൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തണൽ വിരിച്ചു കൊടുക്കുന്ന ഈ ഭാഗത്തെ പരിചയപ്പെടുത്തിയപ്പോൾ സ്നേഹവും കോപവും അഥവാ ഇണക്കവും പിണക്കവുമൊക്കെ അള്ളാഹുവിന് വേണ്ടിയാക്കിയ മഹാന്മാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പിണങ്ങാൻ പാടില്ല, ഒരിക്കലും മുഖം ചുവപ്പിച്ച് സംസാരിക്കാൻ പാടില്ല, ഒരിക്കലും ദേഷ്യം പിടിച്ചുകൂടാ. ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. അതൊക്കെ മനുഷ്യ സഹജമായ വികാരങ്ങളാണ്. പക്ഷേ അത് കാരണങ്ങൾ ഉണ്ടായിരിക്കണം. വ്യക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലേ ഇണങ്ങാനും പിണങ്ങാനും പാടുള്ളൂ. ഇണക്കം അല്ലാഹുവിന് വേണ്ടി, പിണക്കവും അല്ലാഹുവിന് വേണ്ടി. ധാരാളം ഹദീസുകളിലും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലുമൊക്കെ നമുക്ക് ആശയം കാണാൻ സാധിക്കും. ഒരേ രൂപത്തിൽ വളരെയേറെ സൗഹാർദ്ദത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ആദർശപരമായ കാരണങ്ങളിൽ ഇരുചേരികളായപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ അവർ പരസ്പരം ചേരിതിരിഞ്ഞു പോരാടിയിട്ടുണ്ട്. പരസ്പരം വ്യത്യസ്തങ്ങളായ കാരണങ്ങൾക്ക് വേണ്ടി കുഫറിന്റെയും ശിർക്കിന്റെയും ഈമാനിന്റെയും തൗഹീദിന്റെയും പേരിൽ അവർ മാറി നിന്നപ്പോൾ ഒരേ വീടുകളിൽ തന്നെ ബാപ്പയും മകനും ചേരിതിരിഞ്ഞിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും രണ്ട് ഭാഗത്തായിട്ടുണ്ട്. അത് കുഫറിന്റെയും ഈമാനിന്റെയും കക്ഷികളായി മാറിയപ്പോൾ ആദർശത്തിന്റെ പേരിൽ ശക്തമായ ചേരിതിരിവുണ്ടായി, കലഹങ്ങളുണ്ടായി, യുദ്ധങ്ങളുണ്ടായി. അതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ തന്നെ നേരിൻ്റെതായ പാതയിൽ നിന്ന് വഴിതെറ്റുന്നു എന്ന് കണ്ട, അങ്ങനെ തോന്നിക്കപ്പെട്ട ആളുകളോട് ഒരുപാട് ദിവസങ്ങളോളം മിണ്ടാതെ നടന്ന ചരിത്രം നമുക്ക് ഹദീസിൽ കാണാം. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഹ്വാനം ഉണ്ടായപ്പോൾ വളരെയേറെ പ്രയാസം സഹിക്കുന്ന ഒരവസരത്തിലായിരുന്നു ആ യുദ്ധത്തിനുള്ള ആഹ്വാനം ഉണ്ടായത്. ആ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച ഒരുപാട് സഹാബിമാർ, പക്ഷേ ആ കൂട്ടത്തിൽ തക്കതായ അങ്ങനത്തെ കാരണങ്ങളൊന്നുമില്ലാതെ പോകാമല്ലോ, പങ്കെടുക്കാമല്ലോ എന്ന ഒരൽപ്പം അലസത, ഒരൽപ്പം ഉദാസീനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു 2-3 സഹാബികളിൽ പ്രകടമായി. ചുരുക്കി പറഞ്ഞാൽ അവർ യുദ്ധത്തിന് എത്തിയില്ല. വളരെയേറെ അവരുടെ സഹായം ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ അവർ യുദ്ധത്തിനെത്താതെ മാറി നിന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പടച്ചതമ്പുരാന്റെ കൽപ്പനയായിരുന്നു ഈ ആളുകളുമായി ബഹിഷ്കരണം ഏർപ്പെടുത്താൻ, വെടിഞ്ഞു നിൽക്കാൻ. അങ്ങനെ 10-50ഓളം ദിവസം ശക്തമായ നിലക്കുള്ള ബഹിഷ്കരണമായിരുന്നു ആ 3 ആളുകൾക്ക് ആ സമൂഹത്തിൽ ഉണ്ടായത്. പള്ളിയിൽ വന്നാൽ അവരോട് മിണ്ടുന്ന ആളുകളില്ല, അവർ സലാം പറഞ്ഞാൽ മടക്കുന്നില്ല, അവരുമായി ബന്ധപ്പെടുന്നില്ല. ആരും അവരുമായി ബന്ധപ്പെടാത്ത സമ്പൂർണമായൊരു ബഹിഷ്കരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലുണ്ടായി. അവരുടെ മനസ്സിന്റെ മാറ്റം കണ്ടപ്പോൾ, അവരുടെ പശ്ചാത്താപത്തിന്റെ ഏറ്റവും വലിയ അഗ്രഹണ്യത്തിലെത്തിയപ്പോൾ പടച്ചതമ്പുരാൻ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ എന്ന് തുടങ്ങുന്ന വചനം അവതരിച്ചതിന്റെ ശേഷമാണ് പിന്നീട് അവർ രഞ്ജിപ്പിലും അതുപോലെ തന്നെ സൗഹാർദ്ദത്തിലും പഴയ രൂപത്തിലേക്കും അവർ ഈ സമൂഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരപ്പെട്ടത്. പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അധ്യാപനങ്ങൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പഠിപ്പിച്ച ഒരാശയത്തിനെതിരെ സംസാരിച്ചപ്പോൾ താബീഈങ്ങളായ ആളുകളിൽ ധാരാളക്കണക്കിന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
ബഹിഷ്കരണം ഏർപ്പെടുത്തിയ, മിണ്ടാതെ നടന്ന, പിണങ്ങിക്കഴിഞ്ഞ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ആദർശത്തിൻ്റെ പേരിലാണ്, മതത്തിൻ്റെ പേരിലാണ്, മതപരമായ സ്നേഹത്തിൻ്റെ പേരിലാണ്. മതപരമായ ആശയങ്ങളോട് വിഘടിച്ചു നിൽക്കുന്ന കക്ഷികൾ, ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ചവിട്ടിത്തേക്കുന്ന കക്ഷികൾ പലപ്പോഴും അവരുമായി പിണങ്ങി നിൽക്കേണ്ടി വരുന്നു. അത് ഈമാനിൻ്റെ ഭാഗമാണ്. പലപ്പോഴും അവരുമായി പ്രയാസത്തോടുകൂടി സംസാരിക്കേണ്ടി വരുന്നു, ഈമാനിൻ്റെ ഭാഗമാണ്. അതൊക്കെയും അത്തരത്തിലുള്ള കാരണങ്ങളാലാണ്. അതേ അവസരത്തിൽ ഇന്ന് സമൂഹത്തിൽ കാണുന്നത് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും കാരണങ്ങളില്ലാതെയാണ് ഭിന്നിച്ചുകൊണ്ട് നിൽക്കുന്നത്. തൻ്റെ സഹോദരനുമായി മുഖം കറുപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് പലരും. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രയാസങ്ങളാണ്, മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രയാസങ്ങളാണ്, അയൽക്കാരനും തമ്മിൽ പ്രയാസങ്ങളാണ്. സമൂഹത്തിൽ ഇടപഴകുന്ന ആളുകളൊക്കെ തമ്മിൽ പലപ്പോഴും മിണ്ടാതെ നടക്കുകയാണ്. എന്താണ് കാരണം? ഒരു കാരണവുമില്ല. മതപരമായ ഒരു കാരണത്തിന്റെ പേരിലല്ല, ആദർശത്തിന്റെ പേരിലല്ല, കൃത്യമായി വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ചില വാക്കുകൾ അറിയാതെ നാവിൽ നിന്ന് വന്നുപോയതിൻ്റെ അടിസ്ഥാനത്തിൽ, ഏതെങ്കിലും പെരുമാറ്റങ്ങൾ പിടിക്കായ്മയാൽ, അതല്ലെങ്കിൽ തന്നെക്കുറിച്ച് മറ്റൊരാൾ ഏഷണി വരുത്തിയതിനാൽ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റിദ്ധാരണകളുടെയും ഊഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒക്കെ ഒരേ രൂപത്തിൽ സ്നേഹത്തോടുകൂടി കഴിയേണ്ടുന്ന സഹോദരന്മാർ മാറി നിൽക്കുകയാണ്. ഇസ്ലാം ഇത് അംഗീകരിക്കുന്നില്ല. ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിന് വേണ്ടി ഇണങ്ങാനും പിണങ്ങാനും പഠിപ്പിക്കുന്ന ഇസ്ലാം വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ന് സമൂഹത്തിൽ പലരും തെറ്റി നടക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയല്ല, ദീനിന്റെ കാരണങ്ങളാലല്ല, നിസ്സാരമായ കാരണങ്ങളാൽ തെറ്റി നടക്കുകയാണ്. ഒരേ വീട്ടിൽ തന്നെ ആളുകൾ പരസ്പരം കണ്ടാൽ മിണ്ടുന്നില്ല, അയൽക്കാർ തമ്മിൽ മിണ്ടുന്നില്ല, പരസ്പരം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിൽ പോലും ബന്ധങ്ങൾ നല്ല നിലക്കല്ല, സുഖകരമായ അന്തരീക്ഷമല്ല. എന്താണ് കാരണം? ഊഹാപോഹങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കലുകൾ, അതേപോലെയുള്ള മോശമായ പെരുമാറ്റങ്ങൾ, അതല്ലെങ്കിൽ വന്നുപോയ ഒരു വാക്കുകളുടേതായ ആ താളം തെറ്റലുകൾ, ഇതൊക്കെയാണെന്ന് സമൂഹത്തെ പലപ്പോഴും തമ്മിലടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ലാ യഹില്ലു ലിറജുലിൻ, ഒരാൾക്കും അനുവദനീയമല്ല, അൻ യഹ്ജുറ അഖാഹു, തൻ്റെ സഹോദരനുമായി വെടിഞ്ഞു നിൽക്കൽ, തൻ്റെ സഹോദരനുമായി വെടിഞ്ഞു നിൽക്കൽ ഒരാൾക്ക് അനുവദനീയമല്ല. ഫൗഖ സലാസി ലയാലിൻ, 3 രാത്രികൾക്കപ്പുറം, 3 ദിവസത്തിനപ്പുറം ഒരാളുമായി പിണങ്ങി നിൽക്കാൻ പാടില്ല. ഏത് സ്ഥിതിയിൽ? യൽതഖിയാനി, ഈ രണ്ടാളുകളും പരസ്പരം കണ്ടുമുട്ടുന്നു. ഫയുഇരിദു ഹാദാ വയുഇരിദു ഹാദാ, ഇവനും മുഖം തിരിക്കുന്നു അവനെ കാണുമ്പോൾ അവനും വഴിമാറിപ്പോകുന്നു. ഈ നിലക്ക് കണ്ടാൽ മിണ്ടാത്ത ആ ഒരവസ്ഥയിൽ ഭൗതികപരമായ കാരണങ്ങളാൽ, നിസ്സാരമായ കാരണങ്ങളാൽ, ഏതെങ്കിലും നിലക്കുള്ള വെറും സ്വാർത്ഥ താല്പര്യങ്ങളുടേതായ ആ നിമിത്തങ്ങൾ കാരണത്താൽ സമൂഹത്തിൽ അങ്ങനെ മാറി നിൽക്കുന്ന, മുഖം വീർപ്പിച്ചുകൊണ്ട് നടക്കുന്ന, തമ്മിൽ തെറ്റിക്കഴിയുന്ന ഒരേ ഉമ്മയുടെ മക്കൾ, അതല്ലെങ്കിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ, അതല്ലെങ്കിൽ ഒരേ നാട്ടിൽ വസിക്കുന്ന ആളുകൾ, ഒരേ റൂമിൽ വസിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഒരേ സ്ഥാപനത്തിലുള്ള ആളുകൾ പലപ്പോഴും ആ നിലക്കുള്ള നിസ്സാരമായ കാരണങ്ങളിലേക്ക് തരം താഴുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് പാടില്ല. വഖൈറുഹുമാ, ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന, ഇങ്ങനെ വെടിഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വഖൈറുഹുമാ, അവർ രണ്ടാളിൽ ഏറ്റവും ഉത്തമൻ, അല്ലദീ യബ്ദഉ ബിസ്സലാം, ആരാണ് ആദ്യമായി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞു തുടങ്ങുന്നുവെങ്കിൽ അവനാണ് അതിൽ ഏറ്റവും ഖൈറായവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സാരമായൊരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നം, കുടുംബപരമായ വഴക്കുകൾ, വ്യക്തിപരമായ പിണങ്ങിപ്പിരിയലുകൾ, ഇതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊതിവീർപ്പിക്കപ്പെടുന്നു, അത് ഗൗരവമായി മാറുന്നു. അവസാനം പലപ്പോഴും പലരും പറയാറുണ്ടെന്ന്, ഞാൻ മരിച്ചാൽ എൻ്റെ ജനാസ പോലും അവന് കാണിക്കരുത് എന്നൊക്കെ വസിയത്ത് എഴുതാൻ മാത്രം മരവിച്ചു പോകുന്ന മനസ്സുകളുടെ ഉടമകളായി മുസ്ലിം സമൂഹത്തിലെ കുറേ ആളുകൾ മാറാറുണ്ട്. എത്ര ആളുകൾ അങ്ങനെ പറയുന്നു, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് അവന് കാണിച്ചു കൊടുക്കരുത്. പറയുന്നത് കേട്ടാൽ തോന്നും ഇവൻ മരിച്ചിട്ട് എൻ്റെ മയ്യത്ത് കാണുന്നത് വലിയൊരു മഹാത്മ്യാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അത് വേറെ വിഷയമാണ്. പക്ഷേ മരിച്ചാൽ പോലും എന്നെ കാണിക്കരുത് എന്നൊക്കെ പറയുന്ന
ആ രൂപത്തിലേക്ക് തരം താഴുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് എന്തിന്റെ പേരിലാണ്? നിസ്സാരമായ കാരണങ്ങൾ, അതിർത്തി തർക്കം, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ സംസാരത്തിലെ ഒരു താളപ്പിഴ, മറ്റേതെങ്കിലും കാരണങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ സുഹൃത്തുക്കളെ, മതപരമായ കാരണത്താലല്ലാതെ ഒരാൾ മറ്റൊരാളോട് പിണങ്ങിക്കൂടാ. ഇനി ഓരോരുത്തരും ഓർത്താൽ മതി, ഓരോരുത്തരും ചിന്തിക്കുക, മതപരമായ ഒരു ന്യായവുമില്ലാതെ ഞാൻ എന്തിന് എൻ്റെ സഹോദരനുമായി പിണങ്ങിക്കഴിയുന്നു? എനിക്ക് നന്നാവണ്ടേ, ഞങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തിലാവണ്ടേ, ഞങ്ങൾ തമ്മിൽ രഞ്ജിപ്പിലെത്തണ്ടേ? വേണം, തീർച്ചയായും ആവശ്യമാണ്. ഒരാൾക്ക് അനുവദനീയമല്ല 3 ദിവസത്തിലപ്പുറം പിണങ്ങി നടക്കാൻ. 3 ദിവസമോ അത് അള്ളാഹു അനുവദിച്ചൊരു ഇളവാണ്. മനുഷ്യ സഹജമായൊരു വികാരമാണ് ദേഷ്യം, കോപക്കെ. ഒത്തിരി പിണക്കൊക്കെ ഉണ്ടായി എന്ന് വരും. അതുണ്ടായാൽ തന്നെ അത് 2-3 ദിവസം കൊണ്ട് സ്വാഭാവികമായും മറന്നു പോകും. അതിലപ്പുറം നീളണ്ട, അതിലപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു പിണക്കം വേണ്ട, ആ നിലക്കുള്ളൊരു ബഹിഷ്കരണം വേണ്ട. അങ്ങനെ പിണങ്ങിക്കഴിയുന്ന ഒരവസ്ഥയിൽ ഞാനൊന്നാണ് കുറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ എന്താണ് ഓരോരുത്തരും കാണുമ്പോൾ വിചാരിക്കുക, എന്താ അവൻ എന്നോട് മിണ്ടിയാൽ? അപ്പൊ ഞാൻ വിചാരിക്കാണ്, അങ്ങനെ വിചാരിക്കുമ്പോൾ അവനും വിചാരിക്കാണ്, എന്താ അയാൾക്ക് എന്നോട് മിണ്ടിയാൽ? അങ്ങനെ ഓരോരുത്തരും ഈഗോയിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ആരാദ്യം തുടങ്ങണം? മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇവനും തമ്മിൽ കണ്ടാൽ മുഖം തിരിക്കുന്ന ഒരു സ്ഥിതിയിലാണെങ്കിൽ ആരാണ് ഏറ്റവും മുമ്പനെന്നോ, ആരാണ് ഏറ്റവും ഉത്തമനെന്നോ, വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം പറഞ്ഞുകൊണ്ട് ആദ്യം തുടങ്ങുന്നുവോ അവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം എന്താ? അത് അവന്റെ ഈമാന്റെ ഭാഗമാണ്. ഞാനൊന്ന് ഇത്തിരി താഴട്ടെ, ആയിക്കോട്ടെ. ആർക്ക് വേണ്ടിയാ താഴുന്നത്? അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഇത്തിരി താഴ്ന്നു കൊടുത്താൽ അള്ളാഹു അവന്റെ അന്തസ്സ് ഇകഴ്ത്തുകയല്ല, പടച്ചവൻ അവന്റെ അന്തസ്സ് ഉയർത്തി കൊടുക്കുകയാണ് ചെയ്യുക. അത് ഇസ്ലാമിന്റെ ഏറ്റവും കൃത്യമായ ഒരു നിർദ്ദേശമാണ്. ഒരാളോട് 1 വർഷക്കാലം പിണങ്ങി മാറി നിൽക്കുന്നത് അവന്റെ രക്തം ചിന്തുന്നതിന്റെ തുല്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇസ്ലാമിൽ അന്യായമായി രക്തം ചിന്തുന്നത് എത്ര ഗൗരവമാണ്, ഒരാളുടെ രക്തം ചിന്തൽ എത്ര ഗുരുതരമാണ്. അതിനോടാണ് പ്രവാചകൻ ഉപമിച്ചത്. അകാരണമായി 1 വർഷത്തോളം ഒരാൾ പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ അത് മറ്റേ സഹോദരന്റെ രക്തം ചിന്തുന്നതിന് സമാനമാകുന്നു. ഗുരുതരമായ തെറ്റാണ് സുഹൃത്തുക്കളെ ഇത്. മതത്തിന്റെ വിഷയത്തിലൊക്കെ ആളുകൾ വിട്ടുവീഴ്ചയിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെയാണ്. ഇത് നേരെ മറിച്ചാ കാണുന്നത്. മതപരമായ കാര്യങ്ങളിൽ ആർക്കും വലിയ വാശിയും വഴക്കൊന്നുമില്ല, അതിന് വലിയ പ്രയാസമൊന്നുമില്ല. അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഓരോരുത്തരുടെ ആശയല്ലേ, ഓരോരുത്തർ അങ്ങനെയൊക്കെ ജീവിച്ചോട്ടെ എന്നാ പറയാറ്. അതേ അവസരത്തിൽ എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ കാര്യം വരുമ്പോ കടുകിട നമ്മൾ വ്യതിചലിക്കൂല, വിട്ടുകൊടുക്കൂല. നോക്കിയിട്ടില്ലേ? ഇസ്ലാം പറഞ്ഞത് നേരെ വിരുദ്ധാണെന്ന് സമൂഹത്തിന്റെ സ്ഥിതി ഞാൻ പറഞ്ഞു വരുന്നത്. ഇസ്ലാം അനുവദിച്ചു മതപരമായ ഒരു കാര്യത്തിന് വേണമെങ്കിൽ നീ പിണങ്ങിക്കോ, മതപരമായ കാര്യത്തിന് വേണ്ടി മാത്രം. അതേ അവസരത്തിൽ വ്യക്തിപരമായ കാര്യത്തിൽ നീ വിട്ടുവീഴ്ച കാണിക്കണം, നീ പിണങ്ങരുത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു സുഹൃത്തുക്കളെ. ആദർശത്തിന്റെ കാര്യത്തിലേ അവിടുന്ന് മുഖം ചുവന്ന് സംസാരിച്ചിട്ടുള്ളൂ, ആദർശത്തിന്റെ കാര്യത്തിലേ അവിടുന്ന് പിണങ്ങേണ്ടവരോട് പിണങ്ങിയിട്ടുള്ളൂ. നേരെ മറിച്ച് വ്യക്തിപരമായ കാര്യങ്ങളിൽ അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ടില്ല, വിട്ടുവീഴ്ച ചെയ്ത പാരമ്പര്യമാണുള്ളത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ ഒരിക്കൽ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ കൂടെ ചെറിയ കുട്ടിയുണ്ട്, പേരക്കുട്ടിയാണ്, ഹസൻ റളിയല്ലാഹു തആല അൻഹു. പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ പള്ളിയിൽ സകാത്തിൻ്റെതായ കാരക്ക കൂട്ടിയിട്ടിട്ടുണ്ട്. ആ കാരക്കയിൽ നിന്ന് അഹ്ലു ബൈത്താണല്ലോ, അഥവാ നബി കുടുംബമാണല്ലോ ഹസൻ റളിയല്ലാഹു അൻഹു. ആ നബി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സകാത്ത് ഭക്ഷിക്കൽ ഹലാലല്ല എന്നത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. അത് വേറൊരു വിഷയമാണ്. ചുരുക്കി പറയട്ടെ, ഹസൻ റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിൽ കൂട്ടിയിട്ട സകാത്തിന്റെ കാരക്കയിൽ നിന്ന് ഒരു കാരക്ക എടുത്ത് എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞാണ് വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് വളരെ ഗൗരവത്തോടു കൂടി പറയാണ്, തുപ്പിക്കളയൂ മോനെ, തുപ്പിക്കളയൂ. അവിടുന്ന് അവിടുത്തെ വിരലുകൾ ആ കുഞ്ഞിന്റെ വായിലേക്ക് കടത്തിയിട്ട് കൈയിട്ട് വലിച്ചു പുറത്തേക്കിട്ടിട്ട് പറയുന്നു, കഹിൻ കഹിൻ, അത് തുപ്പിക്കളയൂ മോനെ, നമുക്കത് അനുവദിക്കപ്പെട്ടതല്ല. ഹറാമിന്റെ ഒരു മുതൽ, ഹറാമായ ഒരു സാധനം, അനുവദിക്കപ്പെടാത്തൊരു സംഗതി ആമാശയത്തിലേക്ക്, തന്റെ കുഞ്ഞിന്റെ ആമാശയത്തിലേക്ക് ഇറങ്ങിക്കൂടാ. ആ വിഷയത്തിൽ പ്രവാചകൻ കർക്കശ ബുദ്ധിക്കാരനായിരുന്നു, കർക്കശ സ്വഭാവമായിരുന്നു. നമ്മൾ പറയും, എന്തൊരു തീവ്രവാദമാണത്, എന്തൊരു മോശപ്പെട്ട പെരുമാറ്റമായി പോയി എന്നൊരു പക്ഷേ നമുക്ക് തോന്നും. എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞ്
ഒരു ചുള കാരക്ക വായിലിട്ട് പോയെങ്കിൽ അതിന് ഇസ്ലാം ഇടിഞ്ഞു പോകുമോ? അതിന് ഇത്ര ഗൗരവമായി ആ കുഞ്ഞിനോട് നിർദാക്ഷിണ്യം പെരുമാറേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ഈ ലോകത്ത് കാരുണ്യം എന്താണെന്ന് പഠിപ്പിച്ച റഹ്മത്തുൽ ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് വളരെ കൃത്യമായി അറിയാം അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ അതിൽ വിട്ടുവീഴ്ചയില്ല. അതിൽ തന്റെ മോനെന്ന പ്രശ്നമില്ല, ആര് എന്ന പ്രശ്നമില്ല. അവിടെ ഗൗരവമായി ഇടപെടുന്നു, വേണ്ടത് ചെയ്യുന്നു. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നടന്നു പോവുകയാണ്. അവിടുന്ന് ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടെ സഹാബിമാരുണ്ട്. മദീനയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അയറാബി വന്നുകൊണ്ട്, ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴുത്തിലുള്ള വസ്ത്രത്തിലിങ്ങ് ഒരൊറ്റ വലിയാണ്. എന്തെങ്കിലും താ മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരവത്തിൽ വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ഒരു സംഭാഷണം. കാരണം അയറാബിയാണ്, ഗ്രാമീണനാണ്. ഒരാളോട് എങ്ങനെ നേർക്കുനേരെ സംസാരിക്കണം എന്നതുപോലുമുള്ള സംസ്കാരം എത്തിയിട്ടില്ലാത്ത ഒരു കാടൻ മനുഷ്യൻ. അദ്ദേഹം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുമലിലിട്ട തട്ടം ഒറ്റ വലിയാണ്. ആ വലിക്ക് ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകന്റെ തിരുക്കഴുത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു ആ മുണ്ടിന്റെ പാടുകൊണ്ടിട്ട് ഒറ്റ വലി ഇങ്ങ് വലിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും താ മുഹമ്മദേ, എന്തെങ്കിലുമൊക്കെ തായോ, എന്തങ്ങനെ നടക്കുന്നത്, എനിക്ക് എന്തെങ്കിലുമൊക്കെ തായോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഉള്ളത് എടുത്തു കൊടുത്തു. അയാളോട് നല്ല വാക്ക് പറഞ്ഞു വിട്ടു. സഹാബിമാര് ചോദിച്ചു, എന്താ നിങ്ങളയാളെ വെറുതെ വിട്ടത്? എന്തേ നിങ്ങളയാളെ വെറുതെ വിട്ടത്? അകാരണമായി സംസാരിക്കുന്നതിന് മര്യാദയൊന്നുമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു, അദ്ദേഹത്തിന് അത് അറിവില്ലാത്തത് കൊണ്ടാണ്. കണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വ്യക്തിപരമായ നിലക്കുള്ള ഒരു പെരുമാറ്റം വന്നപ്പോൾ അവിടുന്ന് വളരെ തണുത്ത പ്രതികരണമാണ്, നല്ല നിലക്കുള്ള വിട്ടുവീഴ്ചയാണ്, അവിടെ വഴങ്ങിക്കൊടുക്കുകയാണ്. അതേ അവസരത്തിൽ ആദർശത്തിന്റെ വിഷയത്തിൽ അവിടുന്ന് ഗൗരവക്കാരനാണ്. ചെറിയ കൈക്കുഞ്ഞ് പോലും അകാരണമായി അന്യായമായ ഒരു മുതൽ തന്റെ വായിലേക്കിട്ട് നുണക്കുന്നു എന്ന് കാണുമ്പോൾ സ്വന്തം കൈവിരലിട്ട് കൊണ്ട് ആ കുട്ടിയെ കൊണ്ടത് വായിൽ നിന്ന് കക്കിപ്പിക്കുവോളം പ്രവാചകൻ കാർക്കശ്യ ബുദ്ധി പുലർത്തുന്നുവെങ്കിൽ അതാണ് മതപരമായ കാര്യത്തിന്റെ രൂപത്തിലുള്ള കർശന സ്വഭാവവും വ്യക്തിപരമായ കാര്യങ്ങളിലുള്ള വിട്ടുവീഴ്ചയുടെയും മാതൃക. ഈ രണ്ട് രൂപത്തിലും നമുക്ക് ധാരാളം സ്വഭാവങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം. അതേ അവസരത്തിൽ നമ്മൾ നേരെ മറിച്ചാണ്. നമ്മുടെ സ്വഭാവം നേരെ കിഴുക്കാൻ തൂക്കായ ബുദ്ധിയാണെന്ന് കാണുന്നത്. ഇത് മതപരമായ കാര്യത്തിൽ എന്തെങ്കിലും അതിപ്പോ ഓരോരുത്തരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ, അവരുടേതായ ആശയം, അതിപ്പോ അങ്ങനെയൊക്കെ അല്ലേ, കുട്ടികളല്ലേ അല്ലെങ്കിൽ മക്കളല്ലേ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയോ, പിന്നെ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ കഴിയോ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണങ്ങൾ പറഞ്ഞ് നമ്മൾ അതിന് ഓരോ മസ്അല ഉണ്ടാക്കി മതപരമായ മേഖലയിൽ വളരെയേറെ കണിശത പുലർത്തേണ്ടുന്ന വിഷയങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും. അതേ അവസരത്തിലോ വ്യക്തിപരമായൊരു കാര്യത്തിൽ ഞാനൊരാളെ വിളിച്ചു, അയാൾ വന്നില്ല, അല്ലെങ്കിൽ ഞാനൊരാളെ കണ്ടു, അയാളെന്നെ ബഹുമാനിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട ഒരു സ്ഥാനം കിട്ടിയില്ല, ആ നിലക്ക് കൃത്യമായി ഒരാൾ തമ്മിൽ നിസ്സാരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ വലിയ വികാരമുണ്ടാക്കി, വേലിയേറ്റമുണ്ടാക്കി, പരസ്പരം പകയും വിദ്വേഷവും തമ്മിൽ തെറ്റലും സ്വത്ത് തർക്കത്തിൻ്റെ പേരിലും കുടുംബ വഴക്കിൻ്റെ പേരിലും ഒക്കെയായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അവനാൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. ഈ സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾ ആവോളം വഴങ്ങിക്കൊടുക്കണം, ആവോളം വിട്ടുവീഴ്ച ചെയ്യണം. അങ്ങനെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്താണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും. യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത അല്ലാഹുവിന്റെ എല്ലാ അടിമകൾക്കും അവൻ ആ 2 ദിവസങ്ങളിലും പ്രത്യേകം പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത പടച്ചതമ്പുരാന്റെ എല്ലാ അടിമകൾക്കും അവൻ പ്രത്യേകം മഗ്ഫിറത്ത് നൽകും ആ 2 ദിവസങ്ങളിലും. ഇല്ലാ റജുലൻ, ഒരാൾക്കൊഴികെ അയാൾക്ക് മഗ്ഫിറത്തില്ല, അയാളോട് അല്ലാഹു പൊറുക്കുകയില്ല. എന്താണ് അയാളുടെ സ്വഭാവം? കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ, അയാളുടെയും തന്റെ സഹോദരന്റെയും ഇടയിൽ പകയും വിദ്വേഷവും നിലനിൽക്കുകയാണ്. അവർ പിണക്കത്തിലാണ്, കണ്ടാൽ മിണ്ടുന്നില്ല, മുഖം വീർപ്പിച്ച് നടക്കുകയാണ്. സാര കാരണങ്ങളാൽ അവർ പിണങ്ങിക്കഴിയുകയാണ്. എങ്കിൽ ഫയുഖാലു, പറയപ്പെടുന്നതാണ്, അൻദിറൂ ഹദൈൻ ഹത്താ യസ്തലിഹാ, അവർ രണ്ടാളും കാര്യം അവിടെ നിൽക്കട്ടെ,
ഹത്താ യസ്തലിഹ, അവർ രഞ്ജിപ്പിലെത്തുന്നത് വരെ. അവർ രഞ്ജിപ്പിലെത്തുവോളം അവരുടെ കാര്യത്തിലുള്ള നടപടിക്രമം അവിടെ നിൽക്കട്ടെ. അവർക്ക് പാപം പൊറുക്കപ്പെടുന്നതില്ല, അമലുകൾ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുകയില്ല, ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പോലും സ്വീകരിക്കപ്പെടാതിരിക്കുന്നിടത്തോളം ഗുരുതരമായ പാതകമാണ്. യാതൊരു കാരണങ്ങളുമില്ലാതെ ഭൗതികമായ കാരണങ്ങൾക്ക് വേണ്ടി പരസ്പരം പിണങ്ങിപ്പിരിഞ്ഞുകൊണ്ട് മാറി നിൽക്കൽ. എത്ര ആളുകളുണ്ട് സുഹൃത്തുക്കളെ, ധാരാളം. കൊല്ലങ്ങളോളമായിട്ട് മിണ്ടാതെ നടക്കുന്ന ആളുകളുണ്ട്, കൊല്ലങ്ങളോളം. ഈ ഒരവസ്ഥ കുടുംബങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. മാതാപിതാക്കൾ തമ്മിൽ വർദ്ധിച്ചു വരികയാണ്, മക്കളും തമ്മിൽ വർദ്ധിച്ചു വരികയാണ്, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ വർദ്ധിച്ചു വരികയാണ്, അയൽക്കാർ തമ്മിൽ വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ പലതും എല്ലാവരും ഈഗോ, ഓരോരുത്തർക്കും എന്താ എന്നോടല്ലേ പിണങ്ങിയത്, അവനാദ്യം മിണ്ടട്ടെ, ഞാനാദ്യം മിണ്ടട്ടെ, അവനാദ്യം മിണ്ടട്ടെ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു. വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും വിധേയമാകുന്ന ഒരു സംഗതിയാണത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എടുത്ത കരാറുകൾ പാലിക്കാതെ നടക്കുന്ന ആളുകൾ. എന്താ പടച്ചവനോട് എടുത്ത കരാറ്? അവന്റെ ഗ്രന്ഥമനുസരിച്ച് ജീവിക്കാം, അവന്റെ പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ട് ആ കൽപ്പനകളും നിർദ്ദേശങ്ങളും അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നിന്റെ വിനീതദാസന്മാരായി കഴിയാമെന്നടക്കമുള്ള പടച്ചവനോടെടുത്ത കരാറുകൾ ലംഘിക്കുന്നവർ. അതിൽ തന്നെ പ്രത്യേകം ഗൗരവമായി എന്ന് പറയുന്നു, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, പരസ്പരം വിളക്കി ചേർക്കാൻ പറഞ്ഞ, പരസ്പരം ബന്ധിപ്പിക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, പരസ്പരം പിണങ്ങിക്കഴിയുന്ന ആളുകൾ, ബന്ധം വിച്ഛേദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അതേതു മേഖലയിലായാലും അങ്ങനെ ഭൂമിയിൽ വയുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക ലഹുമുൽ ലഅന, ഉലൈക ലഹുമുൽ ലഅനതു, അവർക്ക് അല്ലാഹുവിൻ്റെ ശാപമാണ്. അല്ലാഹുവിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടും ആ വിഭാഗം റഹ്മത്ത് അവർക്കില്ല. വലഹും സൂഉദ്ദാർ, മരണാനന്തരം അവർക്ക് ലഭിക്കാനുള്ളത് ഏറ്റവും ചീത്തയായ നരകമാകുന്ന സങ്കേതവുമാകുന്നു. വളരെ കൃത്യമായി അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നു എങ്കിൽ ഉടനെ നന്നാവുക. ഇല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാതെ അവിടെ തടയപ്പെടുകയാണ്. മഗ്ഫിറത്തിന് യോഗ്യരല്ലാതായി നമ്മൾ മാറുകയാണ്. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് നമ്മൾ വിധേയരാവുകയാണ്. എല്ലാം കഴിഞ്ഞു മരണാനന്തരമുള്ള ജീവിതത്തിൽ ശാശ്വതമായ നരകശിക്ഷയിലേക്ക് നമ്മൾ ആപതിക്കപ്പെടുകയാണ്. അത് വേണോ? തീരുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൗഹാർദ്ദത്തിൻ്റെയും രഞ്ജിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലേക്ക് നിങ്ങൾ ഇണങ്ങിക്കോളൂ, പിണങ്ങിക്കോളൂ. മാനദണ്ഡം ദീനായിരിക്കണം, ദീനായിരിക്കണം. ഇത് ദീനിന് വേണ്ടിയല്ല, നിസ്സാരമായ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഈ പ്രത്യേകമായ തത്വത്തെ മുഖവിലക്കെടുക്കണം. അൽ ഹുബ്ബു ഫില്ലാഹി, സ്നേഹം അല്ലാഹുവിന്റെ വിഷയത്തിൽ, വൽ ബുഗ്ളു ഫില്ലാഹി, കോപവും അല്ലാഹുവിന്റെ വിഷയത്തിൽ. അതിലപ്പുറമുള്ള താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ കലഹിക്കുന്ന, പിണങ്ങിക്കഴിയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം മുറിക്കുന്ന, അത് നാശഹേതുവാണ് ഈ ലോകത്തും നാളെ പരലോകത്തും എന്ന മഹത്തായ സന്ദേശം അല്ലാഹു അവൻ്റെ അടിമകൾക്ക് നൽകിയിരിക്കുകയാണ്. നാം ചിന്തിക്കുക, ഉണരുക, ആവശ്യമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിത പെരുമാറ്റ രീതികളിൽ സ്വീകരിക്കുക. അർഹമർ റഹീമീനായ തമ്പുരാൻ ആ രൂപത്തിലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദവും വളരെയേറെ കാത്തു സൂക്ഷിക്കാൻ വിധിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ. ശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ആ വാചകം ശ്രദ്ധിക്കുക. വിശ്വാസികൾ, അവരാദർശം ഒന്നാണ്. അവരുടെ ഈമാനികമായ കാര്യത്തിൽ അവർക്ക് വ്യത്യാസമില്ല. എല്ലാം ഒരേ നിലക്ക് അള്ളാഹുവിൻ്റെ കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന ആളുകൾ. പക്ഷേ എന്നിട്ടും
താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം ഭിന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അങ്ങനെ പിണങ്ങിക്കഴിയുന്ന സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല വേണ്ടത്. രണ്ടാൾ തമ്മിൽ പിണക്കത്തിലാണ്, ആ പിണക്കത്തിന്റെ നടുവിൽ കയറി എണ്ണ ഒഴിച്ചുകൊണ്ട് അവരെ അകറ്റാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്, നിങ്ങൾ അവരെ അടുപ്പിക്കുക. നിങ്ങൾ അവരെ തമ്മിൽ അടുപ്പിക്കരുത്, തമ്മിൽ അടുപ്പിക്കണം. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പിന്റെ പാത തേടണം. വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. അള്ളാഹുവിനെ ഏത് മേഖലയിൽ നിങ്ങൾ സൂക്ഷിക്കുന്നുവോ ധാരാളക്കണക്കിന് ലഅല്ലക്കും തുർഹമൂന, നിങ്ങൾക്ക് അവന്റെ റഹ്മത്തുകൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. പടച്ചവന്റെ അനുഗ്രഹമാണോ അതെല്ലാ മേഖലയിലും ലഭിക്കണമെങ്കിൽ അതാവശ്യമാകുന്നു. ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടോടുകൂടി രഞ്ജിപ്പിന്റെ പാതയിൽ ഒരാൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ പടച്ചതമ്പുരാൻ പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് പിണങ്ങിക്കഴിയുന്ന രണ്ട് സഹോദരന്മാരെ തമ്മിൽ യോജിപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ അവന് വമ്പിച്ച പ്രതിഫലമാകുന്നു നാം ഭാവിയിൽ നൽകുന്നത്. പരലോകത്ത് അവന് വമ്പിച്ച പ്രതിഫലം നാം നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിഅഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, സദഖയുടെയും നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഒക്കെ കിടപിടിക്കുന്ന, ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറമായി വരുന്ന ചില പ്രധാനപ്പെട്ട ചില സംഗതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാഹചര്യത്തിൽ പറഞ്ഞൊരു കാര്യം ഇസ്ലാഹു ദാത്തുൽ ബൈൻ, ഇസ്ലാഹു ദാത്തുൽ ബൈൻ, പിണങ്ങി നിൽക്കുന്ന രണ്ട് സഹോദരന്മാരെ പരസ്പരം യോജിപ്പിക്കുക, അതേറ്റവും വലിയ ഒരു സൽക്കർമ്മമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിണങ്ങിക്കഴിയുന്ന സഹാബിമാർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കിയതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഭൗതികമായ കാരണങ്ങളാലാണ്. ഭൗതികമായ കാരണങ്ങളാൽ മാറി നിൽക്കുന്ന ഒരൊറ്റ കക്ഷിയും ഒരു വ്യക്തികളും ഉണ്ടാകാൻ പാടില്ല. ആ നിലക്കായിരിക്കണം നമ്മൾ മരിച്ചു പോകേണ്ടത്. ഇസ്ലാമികമായ കണിശമായ നിയമമാണത്. ഇന്ന് സുഹൃത്തുക്കളെ, ഞാൻ വിശദീകരിക്കുന്നതില്ലാത്ത വിധം സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പരസ്പരമുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾ. ദാമ്പത്യ ജീവിതത്തിലെ നിസ്സാരമായ പിണക്കങ്ങൾ ഊതി വീർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വലുതായി പോകുന്ന അവസ്ഥയുണ്ട്. എത്രയോ പ്രവാസികളുടെ ജീവിതത്തിൽ ഒരു നിലക്കും ന്യായീകരിക്കപ്പെടാത്ത പിണക്കങ്ങളാണെന്ന് കുടുംബരംഗത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കരയും അക്കരയുമായി കഴിയുന്ന കുടുംബത്തിലെ മെമ്പർമാർ തമ്മിൽ കത്തുകളിലൂടെ, ടെലിഫോൺ കോളുകളിലൂടെ പറഞ്ഞു പരത്തി ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊഹാപോഹങ്ങൾ, നിസ്സാരമായ കാരണങ്ങൾ ഊതി വീർപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തിൽ കിടപ്പറ പങ്കിട്ട ഭാര്യാഭർത്താക്കന്മാർ പിന്നെ കടിച്ചു കീറുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ജ്യേഷ്ഠാനുജന്മാർ ഒന്നിച്ച് സന്തോഷത്തോടുകൂടി യാത്രയാക്കിയ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ മാസങ്ങൾ കഴിയുമ്പോൾ പിന്നെ ബദ്ധവൈരികളായി മാറുകയാണ്. അയൽക്കാരും തമ്മിൽ രൂക്ഷമായ സംഘട്ടനത്തിൽ ഏർപ്പെടുകയാണ്. എളാപ്പയും മൂത്താപ്പയും അവർ തമ്മിൽ വലിയ സൗഹാർദ്ദമുണ്ടായിരുന്നു, പക്ഷേ ഉടയുകയാണ് ബന്ധങ്ങൾ. ഒക്കെ കാരണങ്ങൾ എന്താണെന്നറിയോ? അക്കരയും ഇക്കരയുമാണ്. നേർക്ക് നേരെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതങ്ങനെ കൈക്കനലുകളായി ഊതി അത് വലിയ ഒരു തീയായി മാറുകയാണ്. അതിനെ അണയ്ക്കുന്ന പ്രവർത്തനങ്ങളല്ല പിന്നെ ഉണ്ടാകുന്നത്. പിന്നീട് പരസ്പരം അകലെയാകുമ്പോൾ മനസ്സുകളും അകലുകയാണ്. അങ്ങനെ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ എത്ര നല്ല നല്ല ദാമ്പത്യ ബന്ധങ്ങൾ പിച്ചി ചീന്തപ്പെടുന്നു സുഹൃത്തുക്കളെ. എത്ര നല്ല സൗഹാർദ്ദങ്ങൾ തകർന്നടിഞ്ഞു പോകുന്നു. ഒക്കെ കാരണങ്ങൾ എന്താണ്? ഭൗതികമായ കാരണങ്ങളാൽ. അതുകൊണ്ട് പ്രവാസികളായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിടയിലാണ് പരസ്പരം നാട്ടിലുള്ള കുടുംബങ്ങളും നമ്മളും തമ്മിൽ പലപ്പോഴും അകലുന്നത്. ഒക്കെ നിസ്സാരമായൊരു കത്തും ഒരു ഫോൺ വിളിയും തെറ്റിദ്ധരിപ്പിക്കലും ഒക്കെ കാരണത്താലാണ്. ഓരോ പ്രശ്നങ്ങളിലും അതിൻ്റെ നിജസ്ഥിതികൾ അറിയാതെ അതിൽ ഇടപെട്ടു പോകരുത്. അബദ്ധങ്ങളിലാണ് ചെന്ന് ചാടുക. വളരെ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കുക. ഇത് നമ്മുടെ ദീനുമായി ബന്ധപ്പെടുന്ന പ്രശ്നമാണ്. നാം ചെയ്യുന്ന നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമൊക്കെ പടച്ചതമ്പുരാന്റെ അടുക്കൽ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പടച്ചവൻ നമ്മുടെ ഈ സ്വഭാവം നോക്കിയിട്ടാണെന്ന് വരുമ്പോൾ നോക്കൂ, അവരുടെ പ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ വരട്ടെ, അവർ പരസ്പരം യോജിപ്പിലെത്തട്ടെ എന്ന് അല്ലാഹു അവന്റെ മലക്കുകളോട് പറയുന്നു എങ്കിൽ
അവന്റെ ശാപമാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് എന്ന് പടച്ചതമ്പുരാൻ മുന്നറിയിപ്പ് നൽകുന്നുവെങ്കിൽ ഇനിയും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം കുടുംബങ്ങളിലും വ്യക്തികളിലും സമൂഹങ്ങളിലും അയൽക്കാരിലും നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള പണക്കങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ. ആര് ആ പണക്കം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുന്നുവോ അവനാണ് ഉത്തമൻ, അവൻ മോശക്കാരനല്ല, അവൻ അധമനല്ല. വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം. ആര് സമാധാനത്തിന്റെ സന്ദേശം ഓതിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പിണങ്ങി മാറി നിൽക്കുന്നവനോട് പോയി പറയുന്നു എങ്കിൽ അവനാണ് ഏറ്റവും ഖൈറായവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹുവിന് വേണ്ടി അല്പം താഴ്ന്നു കൊടുക്കുക, അല്ലാഹുവിന് വേണ്ടി അല്പം വിട്ടുവീഴ്ച ചെയ്യുക. തീർച്ചയായും ഇരു ലോകത്തും നമുക്കതുകൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ എല്ലാവിധത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സുകളെ മോചിപ്പിച്ചുകൊണ്ട് അവൻ പൊരുത്തപ്പെടുന്ന അടിമകളായി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ വേദനകളിലും പ്രയാസങ്ങളിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് അള്ളാഹു മോചനം നൽകുമാറാകട്ടെ, ശിഫ നൽകുമാറാകട്ടെ, മനസ്സിന് സമാധാനം നൽകുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളക്കണക്കിന് സഹോദരങ്ങൾ അള്ളാഹു അർഹമായി ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ പടച്ചതമ്പുരാൻ എല്ലാവർക്കും മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവൃത്തികൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, പാപങ്ങൾ പൊറുത്തു തരുമാറാകട്ടെ, കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.